ഇന്നത്തെ വീഡിയോ നമ്മൾ പപ്പോസ് ചിക്കൻ ദ ലൂയിസിയാന ചിക്കൻ കഴിക്കാൻ പോവുകയാണ്. ഞാനല്ല, നമ്മളൊരു കണ്ടസ്റ്റന്റ് കഴിപ്പിക്കാൻ പോവുകയാണ്. ഫുൾ മെനു കഴിച്ചാൽ 10,000 രൂപ, ഹാഫ് കഴിച്ചാൽ 5,000 രൂപ, 3/4 കഴിച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ തന്നെയാണ് 7,500 രൂപ. ആരെങ്കിലും ഒക്കെ ഫുള്ള് കഴിക്കൂ. ഈ ഹാഫ് കൊടുത്ത് ഞാൻ മടുക്കുന്നു. യു ഗൈസ് ഹാവ് ടു ഈറ്റ് ദ ഫുൾ മെനു. ഓക്കെ, ഐ എം വാണ്ടിങ് ടു ഗിവ് ഔട്ട് ദ ഫുൾ മണി. പ്ലീസ് ടേക്ക് മണി ഫ്രം മീ പ്ലീസ്. അപ്പൊ എന്തായാലും പോപ്പോയ്സിൽ ഇപ്രാവശ്യം കണ്ടസ്റ്റന്റ് എവിടെ നിന്നാണ് ചോദിക്കൂ. പ്ലീസ് കമന്റിൽ ചോദിക്കൂ. അത് നോക്കി നിൽക്കുക, ചോദിക്കും കമന്റ്. ചോദിക്കുന്നത് എനിക്കറിയാം, എന്നാലും ഞാൻ പറയുക. അവനെ ഞാൻ യൂട്യൂബിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഇൻസ്റ്റയിൽ നിന്നാണ് കുറെ ഒക്കെ എടുത്തിട്ടുള്ളത്. ഇപ്രാവശ്യം നമ്മൾ യൂട്യൂബിൽ നിന്ന് മാറി പിടിക്കുക. നിങ്ങൾ ഇതേ അവിടെ ഗൂഗിൾ ഫോം ഉണ്ട്, ഫില്ല് ചെയ്ത് വെക്കും. നിങ്ങളെ ഞാൻ വിളിക്കും. മോസ്റ്റ് പ്രോബ്ലി നിങ്ങൾ വിളിക്കത്തില്ലെന്ന് വിചാരിക്കും, പക്ഷേ ഞാൻ വിളിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ കണ്ടസ്റ്റന്റ് അകത്തിരിക്കുകയാണ്. അവനെ വിളിച്ചുകൊണ്ട് ഞാൻ വെയിറ്റ്. കുറേയേറെ കണ്ടസ്റ്റന്റ് ഒരാൾ കണ്ടസ്റ്റന്റ് ആണ്. അപ്പം ഇന്ന് പോപ്പോസ് ചിക്കൻ ഫുൾ മെനു അല്ലേ? എന്ത് തോന്നുന്നു? ട്രൈ ചെയ്യാം. ട്രൈ ചെയ്യാന്ന് മാത്രം എന്റെ വീഡിയോക്കകത്തെന്ന് പറയുന്നത്. എനിക്ക് ഇഷ്ടമല്ല ട്രൈ അതല്ല ട്രൈ ചെയ്യാന്ന് പറഞ്ഞല്ല. അപ്പൊ എനിക്ക് ബ്രോയിന്റെ പുച്ഛം എല്ലായിടത്തും പറയണ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കേൾക്കാൻ വേണ്ടിയാ അല്ല കേൾക്കാതിരിക്കാൻ വേണ്ടിട്ട് പറഞ്ഞതാ. കഴിക്കൂന്ന് പറഞ്ഞിട്ട് കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് എന്റെ പുച്ഛ ഇപ്പൊ എന്നെക്കാട്ടി മുമ്പ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ പറഞ്ഞാലും നീ DM കൊടുക്കുന്ന ഹൈ എക്സ്പെക്ടേഷൻ ആയിരുന്നല്ലോ. ഞാൻ കഴിക്കും എന്ന് പറഞ്ഞില്ലേ? അതാണ് വലിയൊരു എക്സ്പെക്ടേഷൻ ആണ് എനിക്ക്. ഫുഡ് ചാലഞ്ച് ചെയ്യുന്നത് എന്റെ ആൾക്കാർ എന്നെ കൊണ്ട് പോകും. ഫുഡ് ചാലഞ്ച് പറഞ്ഞത് എന്നാലും ഇതിന്റെ ഫുൾ മെനു കഴിക്കാൻ നിനക്ക് പോപ്പോസ് കഴിച്ചിട്ടുണ്ടോ? ഇല്ല. ഗംഭീരം. ചിക്കൻ കുറേയേറെ കഴിക്കേണ്ടി വരും. ചിക്കൻ കഴിക്കുന്ന കൂട്ടത്തിലാണ്. അത് ബൾക്കി വേണം. ഇല്ല, ഇപ്പൊ കട്ടിങ് തുടങ്ങിയുള്ളൂ. ഉടനെ ബ്രോന്റെ ചലഞ്ച് വന്നപ്പോ പിന്നെ ഇന്നത്തേക്കൊന്ന് ബൾക്ക് ചെയ്തേക്കാം. ഒരു 5,000 കാലറി. നമ്മള് പ്രോട്ടീൻ മാത്രം തള്ളിക്കയറ്റുമല്ലേ, കുഴപ്പമില്ല. അല്ലെങ്കിൽ അത് ബേൺ ആയിക്കോളും. ബേണാക്കി അല്ലെ ബേണാക്കി എടുത്തോളൂ. എത്രയുള്ളൂ? ഇപ്പം നമുക്ക് പോവാം. क्या बात कर रहे हैं? नॉर्थ वाले फैंस बहुत कम मिलते हैं मुझे यूट्यूब में देखा। चैलेंज है थोड़ा। मैं पूरा मतलब मोरलेस केरला में ही करता हूँ। वो ऐसा कुछ चैलेंज। हाँ, अभी भी मैं फूड वाला कर रहा था वैसे। हाँ, आप कहाँ से हो? मैं दिल्ली से हूँ। नाम क्या है? अनस से। मिलके खुशी। ഓപ്പറേഷൻ ചിക്കനകത്ത് വെനസ്ഡേ ഓഫർ ഉണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നു. ഹായ്, കുറേയേറെ മെനു ഉണ്ട്. വെനസ്ഡേ ഓഫർ തരുന്നുണ്ട്. 24 പീസാ. 24 പീസ് എന്ന് പറയുമ്പോൾ എല്ലാത്തിൻ്റെയും ഫ്ലേവർ ഉണ്ട്. ക്ലാസിക് റാൻ, സ്വീറ്റ് ചില്ലി, സ്പൈസി കൊറിയൻ, വുഡ് സ്മോക്ക്, പെപ്പർ ബാർബിക്യൂ, ഹോട്ട് ആൻഡ് സ്വീറ്റ്. കൊറിയൻ ഒഴിവാക്കാൻ പറ്റും. അല്ല, എല്ലാ വീഡിയോയിലും കൊറിയൻ ആൾക്കാർ കംപ്ലൈന്റ് ഇല്ല. അത് ബർഗർ കിങ്ങിന്റെ കൊറിയനാ. ഇത് നമുക്ക് പോപ്പോയ്സ് പിന്നെ കൊറിയൻ ട്രൈ ചെയ്യാം. ഇപ്പൊ കൂടി കൊറിയൻ കഴിച്ചിട്ട് വന്നുള്ളൂ. ഈ ചിക്കൻ ബക്കറ്റ് ഇല്ലേ, ഇത് മോസ്റ്റ്ലി സെയിം ഐറ്റം റൈറ്റ് സൈഡിലുള്ളല്ലേ വെച്ചിരിക്കുന്നത്. സെയിം ഐറ്റം റൈറ്റ് സൈഡിലുള്ള ചിക്കൻ ബക്കറ്റിനാണ്. അപ്പൊ മോസ്റ്റ്ലി നമുക്ക് എല്ലാ സംഭവം ട്രൈ ഔട്ട് ചെയ്യാം അല്ലേ? എക്സ്പെക്ടേഷൻ ബോൾഡ് സാൻഡ്വിച്ചും ബർഗർ രണ്ടും ഉണ്ടാ? ഓക്കെ. ഒരു ഹോട്ട് ആൻഡ് മെസ്സി 2 പീസ്, ഒരു സ്മോക്കി പെപ്പർ, സിഗ്നേച്ചർ ചിക്കനും 2 പീസ്, ചിക്കൻ ടെൻഡർ തന്നേക്കും 3 പീസ്, പിന്നെ ഒരു ചിക്കൻ പോപ്കോൺ മീഡിയം. ഓക്കെ, ഹോട്ട് ആൻഡ് മെസ്സി കൊറിയൻ തന്നേക്കാം 4 പീസ്. 2 പീസ് അല്ലേ? 2 പീസ് അല്ലേ? സിഗ്നേച്ചർ ക്ലാസിക് സാൻഡ്വിച്ച് ബർഗർ അത് തന്നേക്ക്. ബോൾഡും തന്നേക്ക്, ഫ്രൈസും തന്നേക്ക്, റിംഗ് ഒറയും തന്നേക്ക്, ഡെസേർട്ടും തന്നേക്ക്. ഡെസേർട്ട് മാംഗോ മൂസ് തന്നെ. അതുപോലെ ഇപ്പൊ എത്ര റേറ്റ് ആയി? റെഗുലർ ഓണിയൻ റിംഗ് ഉണ്ട്, പിന്നെ 3 പീസ് ചിക്കൻ ടെൻഡർ, മീഡിയം പോപ്കോൺ, പിന്നെ 2 പീസ് കൊറിയൻ, ഒരു ക്ലാസിക് സാൻഡ്വിച്ച്, ഒരു ബോൾ ചിക്കൻ സാൻഡ്വിച്ച്, പിന്നെ ഒരു ഡെസേർട്ട് ആയിട്ട് ഒരു റാപ്പും കൂടി തന്നേക്ക്. സ്വീറ്റ് ചില്ലി ഉണ്ട്, കൊറിയൻ ഉണ്ട്, ഗാർലിക്. അപ്പൊ ഇതെന്താ നമുക്ക് ഹാഫ് ആയിട്ട് കൂടാ. നീ ബാക്കി കൂടി കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഓക്കെ ഷുവർ. ബാക്കി വെജാ ഈ സെയിം ഐറ്റം തന്നെ ഓർഡർ ചെയ്യാൻ പറ്റും? സെയിം ഐറ്റം തന്നെ ഓർഡർ ചെയ്യാൻ ബാക്കിയുള്ള ഓർഡർ ആയിട്ടാണ് ഓർഡർ ചെയ്യുന്നത്. ഓക്കെ ഷുവർ. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം 7-8 ഐറ്റം മേടിച്ചിട്ടുണ്ട്. ഒരു 15 ഐറ്റം തന്നെ ഉള്ളു ഇവിടെ. മോസ്റ്റ്ലി ചിക്കൻ ഐറ്റം മാത്രമേ ഉള്ളൂ. 15 ഐറ്റത്തിൽ ഫുൾ മെനു ക്ലീൻ ആവും. പിന്നുള്ള ബക്കറ്റിൽ സെയിം സംഭവം തന്നെ. അപ്പോൾ ഇത് ഫുൾ ഇപ്പോൾ ഓർഡർ ചെയ്ത ഏകദേശം 7-8 ഐറ്റം ഉണ്ട്. അത് ഫുള്ളും കഴിച്ച 5K. അത് കഴിച്ച കുറച്ച് ബാക്കിയുള്ള ബർഗറൊക്കെ ഉണ്ട്. അത് നീ കഴിച്ച് കഴിഞ്ഞാൽ I'll give you 10. അത് വെജ് ബർഗർ കുറേ ഉള്ളതാണ്. സെറ്റാണ്. എടാ, ഒരു ഡോഗ് ഇരിക്കുന്ന അവിടെ. എങ്ങനെ ഡേ ചിക്കൻ വേണം? ചിക്കൻ അവന് സ്പൈസിയുള്ള ചിക്കൻ മേടിച്ച് കൊടുത്തത്. പക്ഷെ ഇവിടെ ഇട്ട് കൊടുക്കാൻ പറ്റി. ആൾക്കാർ എനിക്ക് പറയുന്നില്ല. പരിചയമില്ല സ്ഥലമായതുകൊണ്ട് അവിടെ ഫുഡ് കൊടുത്തെന്ന് പറയുന്ന രീതി. അത് ഇവന്റെ തീരട്ടാ. ഇവൻ ഇരിക്കുമല്ലേ, ഇവൻ കഴിച്ചിട്ട് ഇനി നമുക്ക് പട്ടിക്ക് കൊടുക്കാം. അതായത് ആ പട്ടിനെ കണ്ടിട്ട് നല്ല ഹെൽത്തി ആയിട്ട് തോന്നുന്നുണ്ട്. നമ്മുടെ ഫുഡ് എത്തിയിരിക്കുകയാണ്. ഒരു പ്ലേറ്റ് തിന്നു തോന്നുന്നു, ഇനി ഒരു പ്ലേറ്റ് ഉണ്ടെന്നോ? അതെന്തുവാണ്? ലാർവയാ? കൊറിയൻ എത്തിയിരിക്കുന്നു. ഈ കൊറിയൻ കണ്ടിട്ട് മോനെ നാളെ ഫുള്ളും സെറ്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞു കൊറിയൻ എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ഇന്ത്യൻ മാത്രമേ ഇഷ്ടം. അപ്പൊ എന്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? കുറെ ഐറ്റം ഉണ്ടല്ലോ. ബ്രോയുടെ അഭിപ്രായത്തിൽ സ്റ്റാർട്ട് ചെയ്യണം. എന്റെ അഭിപ്രായത്തിൽ ഇതൊക്കെ ആൾക്കാർ ഇപ്പൊ എന്തുവാ? ഞാൻ ഫുഡ് ബ്ലോഗർ നെയ്യേ. ഞാൻ പറയുന്ന ഹെവി ഡ്യൂട്ടി സാധനങ്ങളൊക്കെ തീർത്ത് വെക്കാൻ. അപ്പൊ ഞാൻ ബർഗറിനെ കുറിച്ച് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ലിഫ്റ്റർ ആണ്, പവർ ലിഫ്റ്റർ. നമ്മുടെ 2ാമത്തെ പവർ ലിഫ്റ്റർ ആണ്. ഈ ഓരോ അത്ലീറ്റ്സിനും പവർ ലിഫ്റ്ററിനെ വിളിച്ചിട്ട് അവരുടെ ഡയറ്റ് മോശമാക്കുന്നതാണ് എന്റെ പരിപാടി. ഈ പാപമൊക്കെ എവിടെ കൊണ്ട് കഴിക്കളയുന്നു എനിക്കറിയാൻ പറ്റുന്നില്ല. കുറച്ചധികം ഉണ്ട്. ഞാൻ പറയുന്നത് ഇതിപ്പോ തണുത്തിട്ടുണ്ടെങ്കിൽ നീ ബർഗറിനെക്കാട്ടി മുമ്പ് ഇത് കഴിച്ച് തീർക്കുന്നതാ. ഈ കൊറിയൻ ഈ ടേസ്റ്റ് ചിലപ്പോൾ പിന്നത്തേക്ക് കഴിക്കത്തില്ല. കഴിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതാ വേണ്ട വേണ്ട വേണ്ടെന്ന്. അത് ബർഗർ കിങ്ങിലെ കൊറിയനാണ്. ഇത് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. ഫാസ്റ്റ് കഴിക്കുന്നില്ല. ഞാൻ പെട്ടെന്ന് കഴിക്കണമെന്ന് പറഞ്ഞു ഏറ്റെടുത്തെന്ന് തോന്നുന്നു കേട്ടോ. ടൈം കുറേ ഉണ്ട്. ഞാൻ ആൾക്കാർക്ക് സാധാരണ കുറെ ടൈം കൊടുക്കാറുണ്ട്. 7 മണി ആയിട്ടുണ്ട് കേട്ടോ. ഡിപ്പെൻഡിങ് ഓൺ സർക്കംസ്റ്റാൻസസ് ഐ മൈറ്റ് ഇൻക്രീസ് ദ ടൈം.
ആദ്യത്തെ ചിക്കൻ പീസ് തീരാറായി. ഓ ഇത് ക്ലീൻ ഒക്കെ ആയിട്ടല്ലോ കഴിക്കുന്നത്. മോനെ എത്ര കിലോയിലെ പവർ ലിഫ്റ്ററാണ്? ഞാനിപ്പോ നാഷണൽസ് ചെയ്തത്. നാഷണലും പോയാ? നാഷണൽസ് എന്താണ് ഇപ്പൊ എല്ലാ നാഷണൽ കാര്യം ഇപ്പൊ എന്റെ ചാനലിലാണ് വരുന്നത്. ഒരു റേസിന് നാഷണൽ പോരത്തെ വന്നായിരുന്നു. 100 മീറ്റർ റേസ് 10.92 കണ്ട. അങ്ങനെ 4 പ്രാവശ്യം നാഷണൽ പോയാണ്. ഫസ്റ്റ് ടൈമാണ്. നീ ഫസ്റ്റ് ടൈം ആണ്? എന്റെ ചാനലിൽ വന്നില്ല. ഇനിയിപ്പോ ഫുൾ ടൈം നാഷണൽ ആയി. നീ അടുത്ത എവിടെയായിരിക്കും നീ പോകാൻ പോകുന്നത്? അടുത്തത് ചിലപ്പോൾ ഞങ്ങൾക്ക് ഒരു വേൾഡിലേക്ക് ഒരു എൻട്രി വരും. ഇതിന്റെ നാഷണൽ മെഡൽ കിട്ടിയ? മെഡൽ കിട്ടി. മെഡൽ കൊണ്ടാ? ഇത് ഗോൾഡാ? അല്ല, സിൽവർ. എത്ര പോയി ഗോൾഡ്? ഗോൾഡ് എന്നെക്കാട്ടും 10-20 കിലോ കൂടുതൽ ബെഞ്ച് പ്രസ്സിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ബെഞ്ച് എത്ര? ഞാൻ ഒരു 110 ഒക്കെ ഉള്ളൂ. 110 ബെഞ്ച്? ഞാൻ അപ്പർ ബോഡി വീക്കാ. ഞാൻ ഒരു 1 ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഡെഡ് ലിഫ്റ്റ് ഒക്കെയാ? ഡെഡ് ലിഫ്റ്റ് 205, സ്ക്വാട്ട് 220. പിന്നെ ഏത് വെയിറ്റ് കാറ്റഗറി? കാരണം 90 ഇത് ഹെവി അല്ലേ ഇതിനെക്കാട്ടിൽ? പക്ഷേ കുഴപ്പമില്ലായിരുന്നു. കഴിച്ചോ. അപ്പൊ ഞാൻ അങ്ങനെ സംസാരിച്ച് എന്നെ മറച്ചു വിട്ടെന്നൊക്കെ പറയാം ആൾക്കാർ. ഇഷ്ടപ്പെട്ടോ നിനക്ക് കൊറിയൻ? മേലെ ഞാൻ കഴിക്കൂല. നല്ല ഇഷ്ടപ്പെട്ടു. നല്ല സ്റ്റാറ്റ്സ് ആദ്യം കഴിച്ചത്. ക്ലീൻ ആയിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. സാധാരണ ആൾക്കാർ ക്ലീൻ അല്ല. പിന്നെ ബൾക്ക് ചെയ്യാനുള്ള ഫുൾ ഇന്ന് വന്നിരിക്കും. നല്ല നീ ഇവൻ ബൾക്ക് ചെയ്തിട്ട് ഞാൻ പോവുള്ളൂ. നീ ഇത്ര ദിവസം ഡയറ്റ് പോയി. എന്തായാലും ബൾക്ക്. ഒരാഴ്ചത്തെ 4 കിലോന്റെ കഷ്ടപ്പാടാണ് ഇപ്പൊ കളഞ്ഞത്. ഫസ്റ്റ് ഐറ്റം തീരാൻ പോവുകയാണ്. ലെറ്റ്സ് ഫ്രിക്കിൻ ഗോ. ലെറ്റ്സ് ഗോ ബോയ്സ്. ലെറ്റ്സ് ഗോ. ഫസ്റ്റ് ഐറ്റം ഡൺ. അടുത്ത ഏതാ? ബർഗറാ? നീ അതിപ്പോ ചതച്ച് കഴിച്ചാണ്? ചതച്ചാണ് ഇപ്പൊ അത്? ബ്രോന്റെ ടാക്ടിക്സ് എന്തൊക്കെ ഉദ്ദേശിച്ചാണ് വന്നിരിക്കുന്നത്. ഒരു കോമ്പറ്റേറ്റീവ് ഈറ്റിംഗിന്റെ സ്പിരിറ്റിലാണ് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ ഐറ്റത്തില്ല. നീ ഉണ്ട് കുറച്ച് ഐറ്റം. വേറെ വന്നിട്ടില്ല. ബർഗർ കൊള്ളാം. എല്ലാ ലൈഫിൽ കിട്ടണമെന്നില്ല. അവസാനത്തെ ബൈറ്റ്. സെക്കൻഡ് ഐറ്റം ഡൺ. അടുത്ത പിന്നെയും ബർഗർ കഴിക്കുവാണോ? നെക്കി ചതയ്ക്കാൻ പോവാണേ ബർഗറിന്. നിനക്ക് ബ്രേസസ് ഉണ്ടോ? ഒരു ഇഷ്യൂ ഉണ്ട്. ഈ ബർഗറിനുണ്ട്. Come on, you can do it. ഞാൻ ഹാഫിന് വളരെ എളുപ്പത്തിൽ തീർക്കും തോന്നുന്നു കേട്ടോ. ഇത് ഹെവി ഐറ്റം ഒക്കെ ഓൾമോസ്റ്റ് തീരാറായി. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ഹെവി ഉള്ളതെന്ന് പറയുന്നത് റാപ്പ് മാത്രമേ ഉള്ളൂ. എന്താണെന്ന് മിണ്ടാന്ന് നീ? മൂന്നാമത് ഐറ്റം തീരാറായി. കാരണം ആൾക്കാർ കുറെ ടൈം എടുക്കുന്നതാണ്. പിന്നെ ഇവന്റെ പല ബ്രേസസും കൂടി ഉള്ളൂ. അല്ലെങ്കിൽ ഇതിനെക്കാട്ടി പെട്ടെന്ന് കഴിക്കുന്നു. ചൂട് അത് മിക്കവർക്കും ചൂടാകുന്നതാണ്. കഴിച്ചു വരുമ്പോൾ എല്ലാവരും വിയർക്കും. ഒരു തേർഡ് ഐറ്റം തീരാൻ പോവുകയാണ്. Come on, last bite. ഒന്നും മിണ്ടുന്നില്ല. ഫുൾ ഫോക്കസ്. വീട്ടിൽ നിന്ന് ആരും കഴിച്ചിട്ടാണോ വന്നാലും വീട്ടിൽ ആരും കിട്ടാറില്ല. എന്താ ഇത് കൂടുന്നുണ്ട്? ഡയറ്റിലായിരുന്നല്ലോ. അടുത്തൊന്നും കഴിക്കണം. നിങ്ങൾ എന്തൊക്കെ ചോദിക്കുന്നില്ല? ഞാൻ പറഞ്ഞല്ലോ എന്നെ ഡിസൈഡ് ചെയ്തിരിക്കണം. അടുത്ത നീ റോള് കഴിച്ചു കഴിയുമ്പോൾ കുറച്ച് ഹാപ്പിനെസ് മാറും. റോളും കൂടി കുറച്ച് ഹാർഡല്ലേ, അത് ഇറങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. ബൊറീട്ടോ പോലെ ഉണ്ടല്ലോ. കുറച്ച് ബൊറീറ്റോണൊക്കെ ഉണ്ട്. ബൊറീറ്റോയിൽ എത്തിരിക്കുക, ഒക്കെ ചെയ്യുന്നത് കുറച്ച് ഹെവിയാണ്. അതല്ല നമ്മൾ ആദ്യം കഴിക്കുന്നത്. ഈ ടൈം വേസ്റ്റ് ചെയ്യണ്ട, കഴിച്ചോണ്ടേ ഇരിക്കും. വയറ്റിലൊരു സമയം എത്തും, വയറ്റിൽ നിറഞ്ഞെന്ന് ഫീൽ ആകാൻ. അതിന് മുമ്പ് എനിക്ക് കുറെ തള്ളി കയറ്റും. ഇതിനകത്ത് കുറച്ച് പച്ചക്കറി ഉണ്ടോ? സവാളയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. മണം അടിക്കും. അതിന് ടേസ്റ്റ് കൂടുതലാന്ന് തോന്നുന്നു സവാളയുടെ. സവാള കുത്തലുണ്ട്. ഇത് ചെയ്യാൻ പറ്റും. പോപ്പായി ഇതിലുള്ള എല്ലാ കണ്ടസ്റ്റിനും എനിക്ക് നിഷ്പ്രയാസം പറയാൻ പറ്റും ഇവൻ ചെയ്യുമെന്ന് കേട്ടോ. നിറയെ കിട്ടണം. നീ ഡൗൺ പ്ലേ ചെയ്തിരിക്കുന്നത് ഞാൻ പൊക്കിക്കൊണ്ടുവരിക. ലാസ്റ്റ് വെയിറ്റ് ആണ്. ഫോർത്ത് ഐറ്റം കംപ്ലീറ്റഡ് ബോയ്സ്. ലെറ്റ്സ് ഗോ. ഇവൻ ഒടുക്കത്തെ ഫാസ്റ്റ് ആണ്. അടുത്ത എന്ത് കഴിക്കണം? ഞാൻ തന്നെ പറയാനായിരിക്കും. ആ ചിക്കൻ കഴിച്ചേക്ക്. ചിക്കൻ എനിക്ക് കുറച്ച് ഹാർഡായിട്ട് തോന്നുന്നു. ചിക്കൻ എത്തിരിക്കുകയാണ്. ഈ ചിക്കൻ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ചേഞ്ച് ഓഫ് ഫ്ലേവറിന് വേണ്ടി അവന് കോക്കുണ്ട്. അപ്പോൾ അതും നല്ലതാണ്. വയൽ ഇറങ്ങാതെ വരുമെങ്കിൽ കോക്കുമായിട്ട് മിക്സ് ചെയ്ത് ഇറക്കാം. ചൂടുണ്ടോ? കുഴപ്പമില്ല. നിനക്ക് വേണമെങ്കിൽ ആ ഡെസേർട്ടുമായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാം. ഫ്ലേവർ ഫെറ്റിക്ക് വരത്തില്ല. അതെ. വേണ്ടേ? ഇതൊരു ഫുള്ളും കഴിക്കണ്ട. ജസ്റ്റ് ഒന്നും സ്കൂപ്പ് എടുക്കാൻ വേണം നിനക്ക്. അപ്പോൾ ഫ്ലേവർ ഫെറ്റിക്ക് ആയിട്ടില്ല. കുഴപ്പമില്ല. ഐഡിയലി ഡെസേർട്ട് എപ്പോഴും അവസാനം വെക്കുന്നത് നല്ലത്. പെട്ടെന്ന് ബുക്ക് പോകണം. പിന്നെ ഇങ്ങനെ കഴിച്ച് മടുത്തിട്ടുണ്ടോന്നുള്ള ഇത് കുഴപ്പമില്ല. സ്പീഡുണ്ട്. മടുത്തിട്ടുണ്ടെങ്കിൽ കഴിക്കുന്നതിന് പോരായ്മ കാണിക്കുന്നുണ്ട്. നല്ല ക്ലീൻ ആയിട്ട് കഴിക്കുന്നത്. ഇതുവരെ കഴിച്ചതിൽ ഏറ്റവും കൂടുതൽ ക്ലീൻ വേണം തോന്നും. എല്ല് മാത്രം ബാക്കി. ഇങ്ങനെ ആ ബ്രോസ്റ്റിന്റെ അത്രയ്ക്ക് തൊലിയൊന്നും കഴിക്കേണ്ട. ഡയറ്റിലാണ്. വെറുതെ ഞാൻ അത്രയ്ക്ക് ഷോ ആക്കും. താങ്ക് യു. ആൾക്കാർ പറയണ പോലെയല്ല, വളരെ നല്ല മനുഷ്യനാണ് അർജുൻ ചേട്ടൻ. പൈസ കൊടുത്തേ. പോകുമ്പോ ബോണസ് ഉണ്ട്. ചിക്കൻ തീരാറായി. ഇത് വെറുതെ നിഷ്പ്രയാസം. പുതിയ കളയുന്ന ചിക്കൻ എടുത്ത് കളയുന്നില്ല കേട്ടാ. അത് ഞാൻ കളയാനുള്ള തീരാറായി. എല്ലായിടത്തും കളയാണ്. വിയർത്തു തുടങ്ങി കേട്ടാ. ഇനി എളുപ്പ കാര്യങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. 6ാമത്തെ തീർന്നു. നീ എന്താ കഴിക്കണ്ട? എടുത്തോ. ഞാൻ എടുക്കാണ്. ഇവരെ കൊണ്ട് തോറ്റ്. ഞാൻ എടുത്തെടുക്കും. ഇവർ ഇത്രയും എന്നെ വിശ്വസിച്ച് ഞാൻ അവിടെ കൊണ്ട് തള്ളിയിടുന്നു. അടുത്ത ഇവൻ ചിക്കൻ സ്ട്രിപ്സ് ആണ് കഴിക്കാൻ പോകുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടുള്ള എല്ലാം സ്മൂത്ത് ചെയ്യും. ചിക്കൻ വെറുതെ തീർത്തേക്ക്. എഫേർട്ടും വേണം. സോസും എല്ലാം വേണം. കുറച്ച് സോഗി ആക്കാൻ വേണ്ടേ? ഞാൻ പറയുന്ന സോസ് എടുത്താൽ നല്ലത്. കുറച്ച് ഫ്ലേവർ ഡിഫറൻസ് ഒക്കെ വരും. അല്ലെങ്കിൽ നിനക്ക് ഭയങ്കരമായിട്ട് കഴിക്കും. സത്യം പറഞ്ഞ നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. ഞാൻ വിന്നിങ് സ്ട്രാറ്റജി മാത്രമേ പറയുന്നുള്ളൂ. കോക്ക് വന്നാ കോക്ക് കുറെ കുടിച്ച് തീർക്കരുത്. കുറച്ച് സിപ്പ് ചെയ്താൽ മതി. ആ ഫ്ലേവർ, ആ ഇറക്കവും കുത്തലൊക്കെ മാറ്റാൻ വേണ്ടി ഡ്രൈനെസ് മാറ്റിക്കും. ചിക്കനോട് അവനെ വലിച്ചോ പെട്ടെന്ന് ഇറങ്ങും. എങ്ങനെയുണ്ട്? സ്മൂത്തായിട്ട് പോയി. നീ ചവച്ച് ഒരു ക്ഷീണം വരത്തില്ല. അതിന് പെട്ടെന്ന് ഇറങ്ങും. പിന്നെ ഇവന് കുറച്ച് മോട്ടിവേഷൻ ഒക്കെ ആകാൻ വേണ്ടി ഞാൻ പറയുന്നത് കൂടെ ഓണിയൻ റിങ് കഴിച്ചേക്കാം. ചെറിയ ഐറ്റം കൂടി പെട്ടോട്ടം തീരും കഴിക്കാം.
അടുത്തത് ഓണിയൻ റിങ്സ് ആണ്. എത്ര ഉണ്ട്? 4 ഉണ്ട്. ജസ്റ്റ് കഴിച്ചു കയറണം. അങ്ങനെയുണ്ട്. ടേസ്റ്റ് കുഴപ്പമില്ല. ക്രിസ്പ് തീരാൻ പോവുകയാണ്. 1.5 കണ്ടിന് ബാക്കിയുള്ളൂ. ഓണിയൻ റിംഗ് കഴിച്ചു തുടങ്ങി. കുറച്ച് ഐറ്റം ഉണ്ട് കേട്ടോ. ഇപ്പൊ എനിക്ക് കണ്ടിട്ട് തോന്നുന്നു ഹാഫിന് പറയാനുള്ള നല്ല ഐറ്റം ഉണ്ട്. ഇത് എന്റെ ടേസ്റ്റ് കൂടില്ല. എനിക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഏതോ ഒരു മസാല കുത്തുണ്ട്. പക്ഷേ ഇനി അവസാന നിമിഷത്തിൽ നിന്റെ വയറ് നിറയാറായി. അപ്പൊ നിനക്ക് പറയുന്നത് ചെയ്യാം. ഫ്രഞ്ച് ഫ്രൈസ് ആണ്. ഫ്രഞ്ച് ഫ്രൈസ് കൊള്ളാം. Let's go. ഉണങ്ങി കെച്ചപ്പ് ഇട്ടിട്ട് കഴിയും ഫ്രഞ്ച് ഫ്രൈസ്. ഞാൻ കെച്ചപ്പ് ഉപയോഗിക്കാറില്ല. എന്റെ പിന്നെ ഇത്ര ഉണ്ട്. റെഡി ആയിട്ട് ആരും കമന്റ് വന്നിട്ട് അർജുൻ ബ്രോ ഭയങ്കര ഡീമോട്ടിവേഷൻ ആണെന്ന് പറയല്ലോ കേട്ടോ. ഇത് പറഞ്ഞു പറയിപ്പിക്കാനല്ല, ഞാൻ സ്വന്തമായിട്ട് പറയുന്നതാണ്. നീ എന്ത് സുഹൃതം ചെയ്യുന്ന അറിയത്തില്ല കേൾക്കാൻ. എനിക്ക് പുച്ഛം മാത്രമാണെന്നാണ് ആൾക്കാർ പറയുന്നത്. അത് ഞാൻ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു. പക്ഷെ അറിഞ്ഞു വന്നപ്പോൾ അങ്ങനെയല്ല. നീ എന്റെ ബ്ലോഗ് വരെ കാണുന്നതാണ്. അന്നേരം നീ എനിക്ക് പുച്ഛമാണെന്നാണ് ചെറുതായിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ തോന്നും. വ്ളോഗിൽ തോന്നുക. വ്ളോഗിലില്ല, ഫുഡ് ചാലഞ്ചിന് മാത്രമേ ഉള്ളൂ. തീരാറായി. നീ 2 ഐറ്റം കൂടി ഇത് കഴിഞ്ഞു. അവസാന സ്ട്രെച്ചിൽ എത്തിയിരിക്കുകയാണ്. ഇവന്റെ ഒരു ഊർജ്ജത്തിലിരിക്കും. ബാക്കി കഴിക്കുക. ഫ്രഞ്ച് ഫ്രൈ തീരുകയാണ്. ഫ്രഞ്ച് ഫ്രൈസ് തീർന്നു. 7ാമത്തെ ഐറ്റം തീർന്നിരിക്കുന്നു. ഇതിന്റെ ഇത് രണ്ടും ഒരു ചെറിയ 2 പീസും കൂടിയേ ഉള്ളൂ. എല്ലാം ഫ്രെയിമിൽ എത്തിച്ചേക്കാൻ. ഇതിന് ഇത്രയും കൂടി മാത്രമേ ഉള്ളൂ. കുറച്ച് ചിക്കൻ പോപ്കോണും ഒരു ഡിസേർട്ട് ലാസ്റ്റ് കഴിക്കാം. പിന്നെ ഇത് 2 എല്ലാത്തിനും കുറച്ചൊക്കെ ഇനി ബാക്കിയുള്ളൂ. പിന്നെ പെട്ടുവിടാൻ തീർന്നിരിക്കുക. ലോസ്റ്റ് ബൈറ്റ്. കം ഓൺ, ലെറ്റ്സ് ഗോ. ഇനി ചിക്കൻ പോപ്കോണും പിന്നെ ആദ്യം. ഇത് നിനക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ പറയുന്ന എല്ലാം കൂടി ഒന്ന് ചതച്ചിട്ട് വളരെ ഇട്ടാൽ പെട്ടെന്ന് തീരും. മാംഗോ മൂസ്. ഞാൻ കുറെ നാളായിട്ട് ഡയറ്റ് ആയതുകൊണ്ട് മധുരം അടിക്കുന്നു എനിക്ക്. മടക്ക് നല്ലേ മണം നല്ലേ. ഫ്രൂട്ടിയുടെ നഗറ്റ്സ് ഫുൾ ഇറക്കിയിട്ടുണ്ട്. ഈ ഓണിയൻ റിങ്സ് ഒന്നും ഇല്ല. ഇനി എല്ലാം തീർന്നു. ഒരു പ്രാവശ്യം പോലും എനിക്ക് ഡൗട്ടായില്ല. അവൻ ഫുള്ളും കഴിച്ചു തീർന്നു. ടൈം ലിമിറ്റ് നോക്കേണ്ട ആവശ്യമില്ല. കഴിച്ചു തീർക്കും. എന്നെ മാത്രം നോക്കിയാണ്. പോപ്കോണിനകത്ത് പൊടി മാത്രമേ ഉള്ളൂ. ഈ ക്രസ്റ്റിനൊക്കെ ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുകയാണെന്ന് വെച്ചാൽ അത്ലീറ്റ് ആണ്. വെറുതെ ഇനി അവൻ്റെ ഫുൾ ഷോ ആക്കണ്ട. നീറ്റൊക്കെ വരുന്നത്. നീ ഒണീനെ പിടിയിടാ. ഒണീനെ അവസാനത്തേക്ക് വെക്കാതെ കഴിച്ചു വിട്. 7:41. പോപ്കോണിൻ്റെ ഇപ്പോൾ ഓർഡർ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഒന്നും ഇല്ല. നീ കളഞ്ഞേക്കത്. ഒന്നും ഇല്ല. ചെറിയ ചിക്കൻ പീസ് ഉള്ളതൊക്കെ എടുത്ത് കഴിക്കുന്നത്. അന്ന് കോഴി കുത്തി കഴിക്കുന്നത്. നീ അതും കൂടി ഉള്ളൂ. അതുകൂടി ഭക്ഷണം വാങ്ങിക്കും. പോപ്കോൺ ഇമ്മ്യൂണിറ്റി കിട്ടി കേട്ടാ. അതിനൊന്നും ഇല്ല. തള്ളി വെക്കും. യെസ് 3 ഒരുമിച്ച്. ലാസ്റ്റ് അവൻ എൻജോയ് ചെയ്യുന്ന ഡിസേർട്ട് കഴിക്കാൻ. പക്ഷേ ഇല്ല, പെട്ടോടെ തീർക്കണം. അവൻ ഓണിയൻ റിംഗ് തീരുന്നു. ലാസ്റ്റ് ബൈറ്റ്. ലെറ്റ്സ് ഫ്രിക്കിൻ ഗെറ്റ് ഇറ്റ്. ഡിസേർട്ട് മാത്രം ബാക്കി. ഇത് വെറും എളുപ്പത്തിൽ. ഇപ്പോഴേ അവൻ കുറച്ച് ജമ പിടിക്കുന്ന ഡൗട്ട് എനിക്ക്. ഇത്ര നേരം അവൻ ഉറപ്പില്ലാത്തവൻ ഒന്നും പിടിച്ചില്ല. 5000 വെച്ച് ഇത് കഴിച്ച് തീർക്കാം. അല്ലെങ്കിൽ അവിടെ ഇനിയും കുറച്ച് 5 ഐറ്റം കൂടി ഉണ്ട്. അതോടെ കഴിച്ചാൽ 10000 ആകും. 7 ആക്കാൻ പറ്റുമോ? ഞാൻ 7 ചിലവർക്ക് കൊടുത്തു പറയാം. എല്ലാവർക്കും 7 വേണം. ഒരു 1000 കൂടിയിട്ട് SBD നീ സ്ലീവ് എടുക്കായിരുന്നു. SBD നീ സ്ലീവിന് 8000 രൂപ. ഭയങ്കര എക്സ്പെൻസീവാ. സ്പോൺസർഷിപ്പ് ഇല്ല. കഷ്ടപ്പാടാ. എല്ലാം സ്വന്തം എക്സ്പെൻസിനാ പോണത്. ഫെഡറേഷന്റെ കാശ്, പോണതിന്റെ കാശ്. പൈസ ഇല്ല. അറിയാവുന്ന എത്തിലും പോകുന്നുണ്ട്. വീട്ടിൽ ഇരിക്കുക. അങ്ങനെയാണെന്ന് പറയാ. കൊള്ളാൻ കൊള്ളില്ലേ? നീ ആദ്യം വേറെ എക്സ്പ്രഷൻ കാണിച്ചിട്ട് കൊള്ളാന്ന് കാണിക്കുന്നു. ഇത് ഭയങ്കര ക്രീമി എന്ന് പറയാം. ഭയങ്കര ക്രീമിയാണ്. മേളിൽ പൊട്ടിപ്പിടിക്കണ. തീർക്ക് 2-3 സ്പൂൺ തീർത്തേക്ക്. കൊടുക്കുന്ന സ്പീഡിലാണല്ലോ. ഇനി ഇല്ലേനകത്ത് വല്ലായിട്ടൊന്നും തീർത്ത്. Oh boys, let's freaking get it. 5K. Finally, the brother has completed 5K. 4 burger ഉണ്ട്. I'm good. The boys, he gets 5K. Let's freaking get it. The first person to complete it without me doubting. അവ കഷി ഫുള്ളും കഴിച്ചു തീർത്തിരിക്കാൻ നിഷ്പ്രയാസം. പെട്ടെന്ന് കഴിച്ചു തീർത്ത്. ചേട്ടൻ വരെ പറയുന്നത് കഴിച്ചു. എല്ലാ അർജുൻ ബ്രോന്റെ ടാക്ടിക്സ് ആണ്. അതാണ് എന്റെ വിജയത്തിന്റെ രഹസ്യം. പൈസ ഇട്ടുണ്ടോ അവന്റെ? ഡൺ. അതിനെപ്പോഴും കാണണം. അടുത്ത ചലഞ്ചിൽ ഇനിയും വരും. I hope you guys are wonderful and wonderful. I'll see you guys next time. Take care. Peace.